ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം പുറത്തേക്ക് ഒരു എംബ്രോയ്ഡറി അതായത് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് പുറത്തേക്ക് ചെയ്തു കൊടുക്കുവാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഈ എംബ്രോയ്ഡറി മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടില്ല. പിന്നെ അത് വാങ്ങിച്ച് തുടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെത്താനെയാണ് അത് പഠിച്ചത്, അതായത് യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയിട്ട് ആണ് ഞാൻ ട്യൂട്ടോറിയലൊക്കെ പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളൊരു കസ്റ്റമർ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയുടെ സാരി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരിയിൽ ഒരു ടോപ്പ് പുള്ളിക്കാരി സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് എംബ്രോയ്ഡറി മാത്രം ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ചെറിയ രീതിയിൽ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ടോ. അപ്പം ജസ്റ്റ് എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് തന്നത് കേട്ടോ. അപ്പം എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു പഴയ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ആളുടെ മോൾക്ക് ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന ഈ ക്ലോത്തിൽ എന്തെങ്കിലും ഒരു നെക്കിൽ ഡിസൈൻ വരുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റെഡ് ആയതുകൊണ്ട് വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഈ വരയൊന്നും കണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, കാരണം അത്രയ്ക്ക് നന്നായിട്ടൊന്നും വരച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു ചെറിയൊരു ഫ്ലവർ, പിന്നെ ഫ്ലവർ ലീവ്സ് അങ്ങനെ വരുന്ന ഒരു ചെറിയൊരു പാറ്റേൺ കൊടുത്ത് നോക്കിയതാണ്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നെക്കിൽ മാത്രമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഈ നെക്ക് ലൈനിലൊരു ഏകദേശം 2 ഇഞ്ച് വരുന്നത് പോലെയാണ് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഈ വർക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല പരിചയമുള്ളൊരു കസ്റ്റമറാണ്. പിന്നെ ഞാനിങ്ങനെ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്ന അറിഞ്ഞിട്ട് എനിക്ക് തന്ന വർക്കാണ്. അല്ലാതെ പുള്ളിക്കാരിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു വർക്കൊന്നും അല്ല. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നതാണ്. എൻ്റെ ഒരു കോൺഫിഡൻസും കൂടി ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ എനിക്കൊരു എന്താ പറയുക, എനിക്കിങ്ങനെ ഒരു വർക്ക് കിട്ടി എന്നൊക്കെ ഉള്ളൊരു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്നായിരുന്നു, അതായത് ഒരു പാറ്റേൺ മിഡിൽ പോർഷനിൽ വരുന്ന പോലെ ചെയ്യുന്നോ, അല്ലെങ്കിൽ താഴത്തുനിന്ന് ഷോൾഡർ പോർഷനിൽ ചെയ്യണോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഇനിയിപ്പോൾ അത് ചീത്തയായാലും കുഴപ്പമില്ല, ചെയ്തോ എന്ന് പറഞ്ഞ കാരണം അത്രയ്ക്ക് കോൺഫിഡൻസ് തന്ന കാരണം ഞാൻ ചെയ്യുവാണ്. ആദ്യം ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ വലിയ ഫ്ലവേഴ്സ് ചെയ്യാനാണ് ഓർത്തത്. പിന്നെ ഞാൻ ഓർത്തു അങ്ങനെ വല്ലതും ചെയ്തിട്ട് വലിയ കുളമായിപ്പോയി കഴിഞ്ഞാൽ അത്രയും ക്ലോത്ത് വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഈ നെക്കിൽ ഈ 2 ഇഞ്ചിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും, പിന്നെ സാരിയും ആണല്ലോ, അത്യാവശ്യം തുണി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുളമാവുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ വേറെ ഡിസൈൻ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വൈറ്റ് ത്രെഡിൽ ചെയ്തിട്ട് ഒലീവ് ഗ്രീൻ കളറിൽ കൊടുക്കാമെന്നാണ് ഓർത്തത്. പിന്നെ എനിക്കത് അങ്ങോട്ട് അത്ര സെറ്റ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് വൈറ്റ് തന്നെ കൊടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സാരിയുടെ തുണി അത്രയ്ക്ക് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നില്ലായിരുന്നു. കാരണം ഒരുപാട് നമുക്ക് ഫ്രെയിം ടൈറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് ടൈറ്റ് ആക്കി ചെയ്താൽ മാത്രമേ ഇത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യം ഈ ഫ്ലവേഴ്സ് മാത്രമായിട്ട് ആദ്യം ഫില്ല് ചെയ്യുവാണ്. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് ലെങ്ത് ഒന്നും മാർക്ക് ചെയ്തത് എങ്ങനെയാണെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് വേണ്ടവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഈ എംബ്രോയ്ഡറി ചെയ്യുന്ന നെക്ക്, അതായത് മാർക്ക് ചെയ്യുന്നത് വിഡ്ത്ത് ലെങ്ത്തൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ ടൈപ്പ് ഫ്ലവറാണ് ചെയ്തത്, ഒരു സൺഫ്ലവർ പോലെയാണ് ചെയ്തത്. പക്ഷേ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ട്രയൽ നോക്കിയിട്ടാണ് കേട്ടോ ഇതിനകത്തേക്ക് ചെയ്തത്. ട്രയൽ നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാനത് ആ ഒരു ഫ്ലവറല്ല, ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ചെയ്തത്. ആ ഒരു ക്രിസ്മസ് വൈബും കൂടി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ഫില്ല് ചെയ്യാം. ലീവ്സ് ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. ആദ്യം ഞാൻ ഈ ഒലീവ് ഗ്രീൻ ത്രെഡാണ് എടുത്തത് കേട്ടോ. പിന്നെ എനിക്കത് അത്ര ചേർച്ചയില്ലാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ വൈറ്റ് തന്നെ കൊടുത്തതാണ്. അപ്പോൾ ആ ലീവ്സ് ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് നടുക്കുന്ന മറ്റേ റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ള വീഡിയോ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കിട്ടും എന്ന് എനിക്കറിയില്ല. ഫോട്ടോ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.
ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറയാൻ മറന്നുപോയി. നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രെയിം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചത്. അത് പറയാൻ വിട്ടുപോയി. അതായത് നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിക്കുമല്ലോ, അതേ ഫസ്റ്റ് നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വേറൊരു പീസ് എക്സ്ട്രാ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഫ്രെയിം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ നെക്കിൻ്റെ ഈ പോർഷനിലായിട്ടാണ് ഈ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നെക്കിൽ വരുമ്പോൾ. കുർത്തിയായിട്ടാണെങ്കിലും നമുക്ക് ഫ്രോക്കായിട്ടാണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.